എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ കൊളോയിഡൽ കെമിസ്ട്രിയാണ് പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. ആദ്യം തന്നെ ഡിഫറൻസസ് ബിറ്റ്വീൻ ട്രൂ സൊല്യൂഷൻ, കൊളോയിഡൽ സൊല്യൂഷൻ ആൻഡ് സസ്പെൻഷൻ. ഓക്കെ, ട്രൂ സൊല്യൂഷൻ എന്താണ്, കൊളോയിഡൽ സൊല്യൂഷൻ എന്താണ്, സസ്പെൻഷൻ എന്താണ്? നിങ്ങൾ ഈ ഇമേജസിൽ കാണുന്നത് ആദ്യത്തത് ട്രൂ സൊല്യൂഷനാണ്. ലൈക്ക് ഷുഗർ ഇൻ വാട്ടർ അല്ലെങ്കിൽ സോൾട്ട് ഇൻ വാട്ടർ, ഇതൊക്കെ ട്രൂ സൊല്യൂഷൻ്റെ എക്സാമ്പിളാണ്. രണ്ടാമത്തത് സ്റ്റാർച്ച് ഇൻ വാട്ടർ, കഞ്ഞിവെള്ളം. ഓക്കെ, ഇത് കൊളോയിഡൽ സൊല്യൂഷൻ എക്സാമ്പിളാണ്. ദെൻ ഒരു മാംഗോ ജ്യൂസ് ആണെന്ന് വിചാരിച്ചു. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സസ്പെൻഷൻ. എന്തൊക്കെയാണ് ഈ ട്രൂ സൊല്യൂഷൻ്റെയും കൊളോയിഡിൻ്റെയും സസ്പെൻഷൻ്റെയും കാര്യങ്ങളിൽ നിന്ന് നമുക്കൊന്ന് നോക്കാം. ട്രൂ സൊല്യൂഷൻ എന്ന് പറയുമ്പം ഹോമോജീനിയസ് ആണ്. ഹോമോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ഭാഗത്തു നിന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരേ കോൺസെൻട്രേഷൻ ആയിരിക്കും. കൊളോയിഡിൽ ഇത് ആക്ച്വലി നമ്മൾ കാണുമ്പം ഒരേപോലെ എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിൽ കൂടെ അത് ഹെട്രോജീനിയസ് ആണ്. ഓക്കെ, ഹെട്രോജീനിയസ് എന്ന് പറയുമ്പം ഒന്നിൽ കൂടുതൽ ഫേസ് ഉണ്ട്. ഓക്കെ, ഹോമോജീനിയസിൽ ഒരൊറ്റ ഫേസേ ഉള്ളൂ. ഹെട്രോജീനിയസ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഫേസ് ഉണ്ട്. ദെൻ സസ്പെൻഷനും അതും ഹെട്രോജീനിയസ് ആണ്, മോർ ദാൻ വൺ ഫേസ്. ദെൻ ഈ ട്രൂ സൊല്യൂഷൻ്റെ കേസിൽ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾ, ഇപ്പം നമ്മളിപ്പോൾ ഷുഗർ സൊല്യൂഷനാണ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷുഗർ മോളിക്യൂൾ അതിൻ്റെ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 നാനോമീറ്റർ ആയിരിക്കും. ഓക്കെ, ദെൻ കൊളോയിഡൽ സൊല്യൂഷൻ്റെ കേസിൽ 1 to 100 നാനോമീറ്ററിൻ്റെ ഉള്ളിലായിരിക്കും ആ പാർട്ടിക്കിൾസിൻ്റെ സൈസ് പറയുന്നത്. ദെൻ സസ്പെൻഷനിൽ ഗ്രേറ്റർ ദാൻ 100 നാനോമീറ്റർ ആയിരിക്കും പാർട്ടിക്കിളിൻ്റെ സൈസ്. ഇത് നിങ്ങളുടെ മഞ്ജുഷ ബുക്കിൽ 1000 നാനോമീറ്റർ എന്നാണ് പറഞ്ഞിട്ടിരിക്കുന്നത്, അത് തെറ്റാണ് കേട്ടോ. ദെൻ ട്രൂ സൊല്യൂഷൻ്റെ കേസിൽ പാർട്ടിക്കിൾസ് ക്യാൻ പാസ് ത്രൂ ഫിൽട്ടർ പേപ്പർ. ഫിൽട്ടർ പേപ്പറിലൂടെ നമ്മൾ പഞ്ചസാര വെള്ളം നിങ്ങൾ ഫിൽട്ടർ പേപ്പറിലൂടെ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഷുഗർ മോളിക്യൂൾസിന് ഫിൽട്ടർ പേപ്പറിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യാനാവും. കഞ്ഞിവെള്ളം ആണെങ്കിലും ഫിൽട്ടർ പേപ്പറിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യാനാവും. പക്ഷേ ഒരു നല്ല ഫിൽട്ടർ പേപ്പർ ആണെങ്കിൽ ഈ സസ്പെൻഷന് നമുക്ക് ഫിൽട്ടർ പേപ്പറിലൂടെ അതിലെ മോളിക്യൂൾസ് വലുതായതുകൊണ്ട് അത് ഫിൽട്ടർ പേപ്പറിലൂടെ പാസ് ചെയ്യാൻ ആവില്ല. ഓക്കെ, ദെൻ ട്രൂ സൊല്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റേബിളാണ്. കൊളോയിഡൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റേബിളാണ്. ഇതെപ്പോഴാണ് അത് സെറ്റിൽ ചെയ്യുക? അത് സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ. സെൻട്രിഫ്യൂജ് ചെയ്യുക എന്ന് പറയുമ്പം ഹൈ സ്പീഡിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് സെറ്റിലാവും. ദെൻ സസ്പെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് നേരം വെച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലുള്ള സോളിഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ താഴെ സെറ്റിലാവും, അതുകൊണ്ട് സ്റ്റേബിൾ അല്ല. ദെൻ ട്രൂ സൊല്യൂഷൻ്റെ എക്സാമ്പിൾ ഷുഗർ സൊല്യൂഷൻ, സോൾട്ട് സൊല്യൂഷൻ, സോഡിയം, ഇതേമാതിരിയുള്ള കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്താണ് ട്രൂ സൊല്യൂഷന് എക്സാമ്പിളാണ്. ദെൻ കൊളോയിഡൽ സൊല്യൂഷൻ്റെ എക്സാമ്പിൾ മിൽക്ക്, ഫോഗ്, ദെൻ അക്വസ് ഡിസ്പേർഷൻസ് ഓഫ് സ്റ്റാർച്ച്, ഗോൾഡ് നാനോ പാർട്ടിക്കിളിൻ്റെ സൊല്യൂഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊളോയിഡൽ സൊല്യൂഷൻ്റെ എക്സാമ്പിളാണ്. ദെൻ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു മഡി വാട്ടർ, ചോക്ക് ആൻഡ് വാട്ടർ, അതായത് വാട്ടറിലൊരു ചോക്ക് എടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു സസ്പെൻഷനാണ്. ദെൻ സ്മോക്ക് ഇൻ ദ എയർ, ഇതേപോലെ ജ്യൂസസ്, ഇതൊക്കെ സസ്പെൻഷന് എക്സാമ്പിളാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ട്രൂ സൊല്യൂഷൻ എന്താണ്, കൊളോയിഡൽ സൊല്യൂഷൻ എന്താണ്, സസ്പെൻഷൻ എന്താണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ കൊളോയിഡൽ ഏരിയ മാത്രമാണ് പഠിക്കാൻ പോകുന്നത്. കൊളോയിഡൽ ഡിസ്പേർഷൻ, കൊളോയിഡൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് തെറ്റാണ്, കൊളോയിഡൽ ഡിസ്പേർഷൻ എന്നാണ് പറയേണ്ടത്. ഓക്കെ, എ കൊളോയിഡൽ ഡിസ്പേർഷൻ ഈസ് എ heterogeneous system consisting of two phases called dispersed phase and dispersion medium. ഓക്കെ, ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയമുള്ള രണ്ട് ഫേസസ് ഉള്ള ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് കൊളോയിഡൽ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ കൊളോയിഡൽ സിസ്റ്റം. ഇവിടെ ഈ
സർക്കിൾസിൽ കാണുന്ന ഈ ചെറിയ സ്പെറിക്കലായിട്ട് കാണുന്നത് ഡിസ്പേഴ്സ്ഡ് ഫേസ്, അത് ഡിസ്പേർഷൻ മീഡിയത്തിൽ ഡിസ്പേഴ്സ് ചെയ്തിരിക്കുകയാണ്. സോ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും സ്മോളറായിട്ടുള്ള കമ്പോണൻസ്. ഡിസ്പേർഷൻ മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജർ പ്രൊപ്പോർഷനിലുള്ള കമ്പോണൻറ്റ്. ദെൻ നമ്മുടെ ട്രൂ സൊല്യൂഷനിൽ സൊല്യൂട്ട് എന്ന് പറയുന്നതിന് പകരമാണ് ഇവിടെ നമ്മൾ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത്. ഡിസ്പേർഷൻ മീഡിയത്തിൽ ട്രൂ സൊല്യൂഷനിൽ നമ്മൾ സോൾവെൻ്റ് എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത് കൊളോയിഡൽ സൊല്യൂഷൻ. ഓക്കെ, ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡൽ സിസ്റ്റംസ്. കൊളോയിഡൽ സിസ്റ്റത്തിനെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. നമുക്ക് പ്രധാനമായിട്ടും ഇവിടെ 3 ക്ലാസിഫിക്കേഷനാണ് പഠിക്കാനുള്ളത്. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ, ദാറ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. സോ ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ്, അത് സോളിഡ് ആണോ ലിക്വിഡ് ആണോ ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണോ എന്നതിനനുസരിച്ച് നമുക്ക് 8 രീതിയിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. സോ ആദ്യത്തത് ഡിസ്പേഴ്സ്ഡ് ഫേസ്, ഡിസ്പേർഷൻ മീഡിയം. സോളിഡ് ഡിസോൾവ്ഡ് ഇൻ അല്ലെങ്കിൽ ഡിസ്പേഴ്സ്ഡ് ഇൻ സോളിഡ് എന്ന് പറയുന്നതിന് നമ്മൾ സോളിഡ് സോൾ എന്ന് പറയും. ഓക്കെ, അതിൽ കളേർഡ് ഗ്ലാസസ്, ജെം സ്റ്റോൺസ് ഒക്കെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ദെൻ സോളിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ ലിക്വിഡ്. ഡിസ്പേർഷൻ മീഡിയം ലിക്വിഡ് ആയിട്ടുള്ള ഡിസ്പേർഷൻ മീഡിയത്തിൽ സോളിഡ് ഡിസ്പേഴ്സ് ചെയ്യുന്നതിന് നമ്മൾ സോൾ എന്നാണ് പറയുക. പെയിൻറ്റ്, സെൽ ഫ്ലൂയിഡ്സ് ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. ദെൻ സോളിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ ഗ്യാസ്, സോളിഡ് എയറോസോൾ എന്നാണ് പറയുക. സ്മോക്ക്, ഡസ്റ്റ്, ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. സോ സോളിഡിൻ്റെതൊക്കെ കഴിഞ്ഞു. ദെൻ ലിക്വിഡ് ഇൻ സോളിഡ്. ലിക്വിഡ് ഇൻ സോളിഡ് എന്ന് പറയുന്നതിനാണ് നമ്മൾ ജെൽ എന്ന് പറയുന്നത്, അല്ലേ? സോളിഡ് കൂടുതലുള്ള ഭാഗത്ത് ലിക്വിഡ് വരുമ്പോൾ നമുക്ക് ജെല്ലാണ് ഫോം ചെയ്യുക. അതിന് എക്സാമ്പിളാണ് ചീസ്, ബട്ടർ, ജെല്ലീസ് ഒക്കെ. ദെൻ ലിക്വിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ ലിക്വിഡ് എന്ന് പറയുന്നതാണ് എമൽഷൻ എന്ന് പറയുന്നത്. മിൽക്ക്, ഹെയർ ക്രീം, ഇതൊക്കെ എമൽഷൻ്റെ എക്സാമ്പിളാണ്. ദെൻ ലിക്വിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ ഗ്യാസ്, അതിനാണ് ലിക്വിഡ് എയറോസോൾ എന്ന് പറയുന്നത്. ഫോഗ്, മിസ്റ്റ്, ക്ലൗഡ്, ഇങ്ങനെയുള്ള ഇൻസെക്ടിസൈഡ് സ്പ്രേ, ഇതൊക്കെ ലിക്വിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ്, ഗ്യാഷ്യസ് ഫേസിൽ. ഓക്കെ, ദെൻ ഗ്യാസ് ഇൻ സോളിഡ്. ഗ്യാസ് ഇൻ സോളിഡ് എന്ന് പറയുന്നതിന് നമ്മൾ സോളിഡ് സോൾ എന്നാണ് പറയുക. പ്യൂമിസ് സ്റ്റോൺ, ഫോം, റബ്ബർ, ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്. ദെൻ ഗ്യാസ് ഡിസ്പേഴ്സ്ഡ് ഇൻ ലിക്വിഡ്, അതിനാണ് നമ്മൾ ഫോം എന്ന് പറയുക, അല്ലെങ്കിൽ ഫ്രോത്ത്, അല്ലേ? സോ ഗ്യാസ് ഇൻ ലിക്വിഡ്, അതിൻ്റെ എക്സാമ്പിളാണ് ഫ്രോത്ത്, വിപ്പ്ഡ് ക്രീം, സോപ്പ്, ലേതർ, ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. ദെൻ ഗ്യാസ് ഇൻ ഗ്യാസ് നമുക്കിതിൽ വരില്ല, കാരണം ഗ്യാസ് ഇൻ ഗ്യാസ് എന്ന് പറയുന്നത് ട്രൂ സൊല്യൂഷനാണ്. ഓക്കെ, സോ 8 ടൈപ്പിലുള്ള സിസ്റ്റംസ് ബേസ്ഡ് ഓൺ ദ ഫിസിക്കൽ സ്റ്റേറ്റ്. അടുത്ത ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ അഫിനിറ്റി ബിറ്റ്വീൻ 2 ഫേസസ്. സോ ഇത് നമ്മൾ സോളിലാണ് പറയുക. സോൾ എന്ന് പറയുന്നത് എന്താണ്? സോളിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ ലിക്വിഡ്, അല്ലേ? ഇതിൽ സോളിൽ തന്നെ നമുക്ക് 2 രീതിയിലുള്ള സോൾസ് ഉണ്ട്. ബേസ്ഡ് ഓൺ അഫിനിറ്റി, അതായത് ഡിസ്പേർഷൻ മീഡിയവും ഡിസ്പേഴ്സ്ഡ് ഫേസും തമ്മിലുള്ള ഇൻട്രാക്ഷൻ അനുസരിച്ച്, അഫിനിറ്റി അനുസരിച്ച് നമുക്ക് ലയോഫിലിക് സോളിനും ലയോഫോബിക് സോളിനും 2ആയിട്ട് തിരിക്കാം. സോ ലയോഫിലിക്, ഫിലിക് എന്ന് പറയുന്നത് അട്രാക്ഷനാണ്, അല്ലേ? സോ ഇവിടെ ഗ്രേറ്റർ അഫിനിറ്റി ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. ഡിസ്പേർഷൻ മീഡിയവും ഡിസ്പേഴ്സ്ഡ് ഫേസും ഗ്രേറ്റർ അഫിനിറ്റി ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ലയോഫിലിക് എന്ന് പറയുക. ദെൻ അത് അഫിനിറ്റി കുറവുള്ളതിനാണ് ലയോഫോബിക് എന്ന് പറയുക. ഓക്കെ, സോ നമുക്കറിയാം ഇത് രണ്ടും തമ്മിൽ നല്ലോണം അട്രാക്ഷൻ ഉണ്ടെങ്കിൽ അത് സ്റ്റേബിളായിരിക്കും. അട്രാക്ഷൻ ഇല്ലെങ്കിൽ അത് ലെസ് സ്റ്റേബിളായിരിക്കും. ദെൻ ലയോഫിലിക് സോളിനെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം, ജസ്റ്റ് വാം ചെയ്താൽ മതി. ലയോഫോബിക് ആണെങ്കിൽ നമുക്ക് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കെമിക്കൽ മെത്തേഡ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ഫിസിക്കൽ മെത്തേഡ്സ് വെച്ചിട്ടാണ് നമുക്ക് ഈ ലയോഫോബിക് സോളിന് ഉണ്ടാക്കാൻ പറ്റും. ലയോഫിലിക് റിവേഴ്സിബിളാണ്, അതായത് ലയോഫിലിക്, ഇപ്പോൾ എക്സാമ്പിൾ സ്റ്റാർച്ച് സൊല്യൂഷൻ, കഞ്ഞി വെള്ളം എന്ന് പറയുന്നത് ലയോഫിലിക്കാണ്.
സോ ഇതിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ടർ പോയി. അപ്പോൾ നമുക്ക് ആ സ്റ്റാർച്ചിൻ്റെ പൗഡർ കിട്ടും. എഗെയിൻ നമ്മൾ അതിൽ വാട്ടർ ഒഴിച്ച് ജസ്റ്റ് വാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഗെയിൻ നമുക്ക് ഇതിനെ ഉണ്ടാക്കാൻ പറ്റും. ഇത് ഗോൾഡ് നാനോ പാർട്ടിക്കിളിൻ്റെ സോളാണ്. ഇത് ലയോഫോബിക് ആണ്. സോ സ്റ്റാർച്ച് ചെയ്ത പോലെ നമ്മൾ ഈ ഗോൾഡ് നാനോ പാർട്ടിക്കിളിൻ്റെ ഈ സോളിനെ നമ്മൾ ഹീറ്റ് ചെയ്തു. ആ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗോൾഡ് പാർട്ടിക്കിൾ അഗ്രിഗേറ്റ് ചെയ്തിട്ട് അത് റിവേഴ്സിബിൾ അല്ല. തിരിച്ച് നമുക്ക് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഗോൾഡ് സോൾ കിട്ടില്ല. ഓക്കെ, സോ അത് ഇറിവേഴ്സിബിളാണ്. ദെൻ ഈ ലയോഫിലിക്കിൻ്റെ കേസിൽ ഡിസ്പേർഷൻ മീഡിയം ആയിട്ട് സ്ട്രോങ് അഫിനിറ്റി ഉള്ളത് കൊണ്ട് അത് ഹെവിലി സോൾവേറ്റഡ് ആണ്. അതായത് ഈ ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെ ചുറ്റിലും ഡിസ്പേർഷൻ മീഡിയം അല്ലെങ്കിൽ അതിൻ്റെ ആ പാർട്ടിക്കിൾസ്, ഡിസ്പേർഷൻ മീഡിയത്തിൻ്റെ പാർട്ടിക്കിൾസ് വന്നിട്ട് അതിന് ചുറ്റും ഉണ്ടാവും. അതാണ് ഹെവിലി സോൾവേറ്റഡ് എന്ന് പറയുന്നത്. ലയോഫോബിക് ആണെങ്കിൽ പുവർലി സോൾവേറ്റഡ്. ദെൻ ഈ സ്റ്റാർച്ച് സൊല്യൂഷനിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ടു എന്ന് വിചാരിച്ചിട്ട്, ഉപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റാണ് അല്ലേ, അത് കുറച്ച് ആഡ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. പക്ഷേ നമ്മൾ ഈ ലയോഫോബിക്കിൽ കുറച്ച് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രസിപ്പിറ്റേഷൻ നടക്കും. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ ലെസ് സ്റ്റേബിൾ എന്ന് പറയുന്നത്. അത് വളരെ സെൻസിറ്റീവാണ്. ദെൻ സോൾ ഹാസ് ലോവർ സർഫസ് ടെൻഷൻ ദാൻ മീഡിയം. സോ ഇവിടെ ലയോഫിലിക്കിൽ അതിൻ്റെ ഡിസ്പേർഷൻ മീഡിയത്തിനെക്കാട്ടും ഈ സോളിന് സർഫസ് ടെൻഷൻ കുറവായിരിക്കും. ഇപ്പുറത്ത് അതിൽ ഡിഫറൻസ് ഉണ്ടാവില്ല, ഒരേ സർഫസ് ടെൻഷൻ തന്നെയായിരിക്കും ഡിസ്പേർഷൻ മീഡിയവും സോളും തമ്മിൽ. ദെൻ ഈച്ച് സോൾ ഹാസ് എ വിസ്കോസിറ്റി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ മീഡിയം. അതായത് സ്റ്റാർച്ചിന് നമുക്ക് കുറച്ചുകൂടി വിസ്കസ് ആണ്, അതിൻ്റെ ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത് വാട്ടറാണ്. സോ വാട്ടറിനെക്കാട്ടും ഈ വിസ്കോസിറ്റി കൂടുതലാണ്. പക്ഷേ ഇവിടെ ഈ വാട്ടറിൻ്റെ അത് ഏകദേശം ഒരേ കമ്പയറബിൾ വിസ്കോസിറ്റിയാണ് ലയോഫോബിക് സോളിൽ വരും. ദെൻ എക്സാമ്പിൾസ്, ലയോഫിലിക് സോളിൻ്റെ എക്സാമ്പിളാണ് സ്റ്റാർച്ച്, ജെലാറ്റിൻ, പ്രോട്ടീൻ എക്സെട്ര ഡിസ്പേഴ്സ്ഡ് ഇൻ വാട്ടർ. ദെൻ ലയോഫോബിക്കിൻ്റെ എക്സാമ്പിളാണ് ഗോൾഡ് സോള്, ഫെറിക് ഹൈഡ്രോക്സൈഡ് സോള്, ആർസനിക് ഓക്സൈഡ് സോൾ. ഇതൊക്കെ ഡിസ്പോസ്ഡ് ഇൻ വാട്ടർ എന്ന് പറയുന്നത് ലയോഫോബിക് സോളിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, സോ ഈ ക്ലാസിഫിക്കേഷനും കഴിഞ്ഞു. അടുത്ത ക്ലാസിഫിക്കേഷൻ മൾട്ടി മോളിക്കുലാർ, മാക്രോമോളിക്കുലാർ ആൻഡ് അസോസിയേറ്റഡ് കൊളോയിഡ്സ്. സോ ഇവിടെ പ്രധാനമായിട്ടും അതിൻ്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസിൻ്റെ സൈസ് വെച്ചിട്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഉള്ളത്, പ്രത്യേകിച്ച് മൾട്ടി മോളിക്കുലാറും മാക്രോമോളിക്കുലാറും. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ ഫൗണ്ട് ബൈ ദ അഗ്രിഗേഷൻ ഓഫ് larger number of atoms or molecules which generally have diameters less than 1 nanometer. അതായത് വളരെ ചെറിയ പാർട്ടിക്കിൾസ് കൂടി ചേർന്നിട്ടാണ് ഈ കൊളോയിഡ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ കൊളോയിഡ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർട്ടിക്കിളിൻ്റെ സൈസ് ആ ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെത് 1 നാനോമീറ്ററിൻ്റെ മേലെ വരും. പക്ഷേ വളരെ ചെറിയ പാർട്ടിക്കിൾസാണ് ഇതിൽ അഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടായതെന്നാണ് ഇതിൻ്റെ ഡെഫിനിഷൻ പ്രകാരമുള്ളത്. മാക്രോമോളിക്കുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലിയ സൈസുള്ള പാർട്ടിക്കിൾസാണ് ഇതിൻ്റെ കൺസ്റ്റിറ്റ്യുവൻസ്. അസോസിയേറ്റഡ് കൊളോയിഡ്സിൽ ലാർജ് നമ്പർ ഓഫ് അയേൺസ് ഒരു പ്രത്യേക കോൺസെൻട്രേഷനിൽ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു അസോസിയേറ്റഡ് കൊളോയിഡ്സ് ഉണ്ടാകുന്നത്. ദെൻ മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ് പൊതുവെ ലയോഫോബിക് നേച്ചറായിരിക്കും. ഗോൾഡ് സോള്, സിൽവർ സോള്, സൾഫർ സോള് ഇതൊക്കെ എക്സാമ്പിൾസാണ്. മാക്രോമോളിക്കുലാർ എന്ന് പറയുമ്പോൾ സ്റ്റാർച്ച്, ജെലാറ്റിൻ പോലുള്ള ലയോഫിലിക് ആണ്, അത് പോളിമറാണ് അല്ലേ, സ്റ്റാർച്ചൊക്കെ പോളിമറാണ്. സോ അത് കുറച്ചുകൂടെ വലിയ സൈസ് ഉള്ളതാണ്. സോ പോളിമേഴ്സ് ലൈക്ക് റബ്ബർ, നൈലോൺ, സ്റ്റാർച്ച് ഇതൊക്കെ ലയോഫിലിക് ക്യാരക്ടർ ഉള്ളതാണ്. ഇതൊക്കെ മാക്രോമോളിക്കുലാറിൽ വരുന്നതാണ്. സോപ്പ് സോളൊക്കെ അസോസിയേറ്റഡ് കൊളോയിഡ്സിൽ വരുന്നതാണ്. നമുക്കറിയാം സോപ്പിൽ സ്റ്റിയറൈഡ്സും പാമിറ്റേറ്റ്സും ഒക്കെയാണ്, സോഡിയം, പൊട്ടാഷ്യം അയോൺസ് ഒക്കെയാണ്. സോ ആ അയോൺസ് അതിൻ്റെ ഒരു പ്രത്യേക കോൺസെൻട്രേഷനിൽ വരുമ്പോഴാണ് ഈ അസോസിയേറ്റഡ് കൊളോയിഡ്സ് ഫോം ചെയ്യുന്നത്. ദെൻ
ദെയർ മോളിക്കുലർ മാസസ് ആർ നോട്ട് വെരി ഹൈ. ഇതിവിടെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് ചെറിയ മോളിക്കുലർ മാസ്സാണ് ഉണ്ടാവുക. ഇവിടെ ഹൈ മോളിക്കുലർ മാസ്സാണ് ഉണ്ടാവുക. ഇവിടെയും ഹൈ മോളിക്കുലർ മാസ്സാണ് ഉണ്ടാവുക. Their atoms or molecules are held together by weak van der Waals force. ഇവിടെ കുറച്ചുകൂടെ വലിയ ചെയിൻ ആയതുകൊണ്ട് കുറച്ചുകൂടെ വാൻ ഡെർ വാൾസ് ഫോഴ്സ് അട്രാക്ഷൻ ഇവിടെ കുറച്ചുകൂടി കൂടുതലായിരിക്കും. ഇവിടെയും സ്റ്റിയറൈഡ്സും പാമിറ്റൈഡ്സും ഒക്കെ കുറച്ചുകൂടി വലിയ മോളിക്യൂൾസ് ആയതുകൊണ്ട് ഇവിടെയും ഗ്രേറ്റർ വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് ഉണ്ടാവും. സോ ഇതാണ് മൾട്ടി മോളിക്കുലർ കൊളോയിഡ്സ്, മാക്രോ മോളിക്കുലർ കൊളോയിഡ്സ് ആൻഡ് അസോസിയേറ്റഡ് കൊളോയിഡ്സ്. ദെൻ അസോസിയേറ്റഡ് കൊളോയിഡ്സിനെ നമുക്കൊന്നും കൂടെ വിശദീകരിച്ച് പഠിക്കേണ്ടതുണ്ട്. സോ ദീസ് കൊളോയിഡ്സ് ബിഹേവ്സ് ആസ് നോർമൽ ഇലക്ട്രോലൈറ്റ്സ് അറ്റ് ലോ കോൺസെൻട്രേഷൻസ് ബട്ട് ബിഹേവ് ആസ് കൊളോയിഡ്സ് അറ്റ് ഹയർ കോൺസെൻട്രേഷൻ. എന്താ പറഞ്ഞത്? ചെറിയ കോൺസെൻട്രേഷനിൽ, ലോവർ കോൺസെൻട്രേഷനിൽ, ഇവിടെയൊക്കെ 4 ആൾക്കാരെ ഞാൻ കാണിച്ചിട്ടുള്ളൂ, കോൺസെൻട്രേഷൻ കുറവാണ്. സോ ഇങ്ങനെയുള്ള ചെറിയ കോൺസെൻട്രേഷനിൽ ഇത് ജസ്റ്റ് ഇലക്ട്രോലൈറ്റ് ആയിട്ടേ ബിഹേവ് ചെയ്യുള്ളൂ. പക്ഷേ കോൺസെൻട്രേഷൻ കൂടുമ്പം ഇതൊരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട്, ഇപ്പോൾ ഇതിപ്പം സോപ്പിൻ്റെ മൈസൽ ഫോർമേഷൻ എന്നാണ് ഇതിന് പറയുക. അതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഇവിടെ ഒരു ഫാറ്റി ആസിഡ് ഉണ്ടാവും, സ്റ്റിയറിക് ആസിഡോ, എക്സാമ്പിൾ ഇപ്പോൾ സ്റ്റിയറൈറ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ സ്റ്റിയറിക് ആസിഡ്സിൻ്റെ നോൺ പോളാറായിട്ടുള്ള ഹൈഡ്രോകാർബൺ പാർട്ട് ഉള്ളോട്ടേക്കും പോളാറായിട്ടുള്ള പാർട്ട് പുറത്തേക്കും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. സോ ഇങ്ങനെ ഒരു സ്പെറിക്കലായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു തരത്തിലുള്ളൊരു അറേഞ്ച്മെൻ്റ് ആയിട്ട് നിൽക്കും. സോ ഒരു പ്രത്യേക കോൺസെൻട്രേഷനിൽ മാത്രമാണ് അസോസിയേറ്റഡ് കൊളോയിഡ്സ് ഉണ്ടാവുക. ഓക്കെ. സോ ഈ ഒരു അറേഞ്ച്മെൻറ്റിന് നമ്മൾ മൈസൽ എന്നാണ് പറയുക, മൈസൽ ഫോർമേഷൻ എന്നാണ് പറയുക. ഈ മൈസൽ ഫോർമേഷൻ വരണമെങ്കിൽ അയോൺസ് ഒരു പ്രത്യേക കോൺസെൻട്രേഷൻ വേണം. ആ മിനിമം കോൺസെൻട്രേഷനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ മൈസൽ കോൺസെൻട്രേഷൻ എന്ന് പറയുക. അത് മാത്രം പോരാ, ഇതൊരു പ്രത്യേക ടെമ്പറേച്ചറിലാണ് ഈ ഒരു മൈസൽ ഫോർമേഷൻ നടക്കുക. അതിനാണ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയും. ഓക്കെ. സോ അസോസിയേറ്റഡ് കൊളോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മിനിമം ക്രിട്ടിക്കൽ മൈസൽ കോൺസെൻട്രേഷനിലുള്ള അയോൺസ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ ഒരു ടെമ്പറേച്ചറിൽ അത് തമ്മിൽ അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു മൈസൽ ഫോർമേഷൻ നടക്കും. സോ ഈ ഒരു സ്ട്രക്ചറിനാണ് നമ്മൾ അസോസിയേറ്റഡ് കൊളോയിഡ്സ് എന്ന് പറയുക. എക്സാമ്പിൾ സോപ്സ്, ഹയർ ആൽക്കൈൽ സൾഫോണൈഡ്സ്, പോളിത്തീൻ ഓക്സൈഡ്, ഇതൊക്കെ ഈ അസോസിയേറ്റഡ് കൊളോയിഡ്സിന് എക്സാമ്പിളാണ്. ഇതേ അയോൺസ് വളരെ കുറച്ച് കോൺസെൻട്രേഷനിൽ മാത്രം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ ബിഹേവ് ജസ്റ്റ് ലൈക്ക് ഇലക്ട്രോലൈറ്റ്സ്. ഓക്കെ. ദെൻ അടുത്തത് പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻ. കൊളോയിഡൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മളതിൽ പല മെത്തേഡ് ഉപയോഗിച്ച് കൊളോയിഡൽ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുമ്പം അതിൽ ചിലപ്പം ആവശ്യത്തിലധികം ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടാവും. ശരിക്കും ഇലക്ട്രോലൈറ്റ്സ് ഒരു ഒപ്റ്റിമൽ മിനിമം അത്യാവശ്യമാണ്. കാരണം ആ ഒരു കൊളോയിഡിന് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഇലക്ട്രോലൈറ്റ് അത്യാവശ്യമാണ്. പക്ഷേ കൂടുതലുള്ള ഇലക്ട്രോലൈറ്റ് അത് ആ കൊളോയിഡൽ സിസ്റ്റത്തിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്നതാണ്. സോ ഈ എക്സ്ട്രാ ഉള്ള ഇലക്ട്രോലൈറ്റ്സിനെ ഒഴിവാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഈ പ്യൂരിഫിക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So purification of salts is necessary to reduce the concentration of excess amount of electrolytes to an optimum minimum. ഇതിൽ പ്രധാനമായിട്ടും 2 മെത്തേഡ്സ് ആണ് ഉള്ളത്. ഒന്ന് ഇലക്ട്രോ ഡയാലിസിസ്, ഒന്ന് അൾട്രാ ഫിൽട്രേഷൻ. ഇലക്ട്രോ ഡയാലിസിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം. സോ ഒരു സിസ്റ്റം, അതിൽ വാട്ടർ ഉണ്ട്, വാട്ടർ ഒരു ഭാഗത്തു കൂടെ വരുന്നു, വേറൊരു ഭാഗത്തു കൂടെ പോകുന്നു. ഇവിടെ ചെറിയൊരു ബാഗ് ഉണ്ട്. ഈ ബാഗിൻ്റെ പ്രത്യേകത, ഇതൊരു പാർച്ച്മെൻറ്റ് പേപ്പർ അല്ലെങ്കിൽ പാർച്ച്മെൻറ്റ് മെംബ്രെയിൻ എന്ന് പറയും, അതല്ലെങ്കിൽ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയും. ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ ഇംപ്യൂർ ആയിട്ടുള്ള കൊളോയിഡ് ഉള്ളത്. ഈ കൊളോയിഡിൽ നിങ്ങളിവിടെ റെഡ് ഡോട്ട് കാണുന്നുണ്ടാവും, അതാണ് അതിലുള്ള ഇംപ്യൂരിറ്റീസ് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ്സ്. സോ വെള്ളം ഇങ്ങനെ വരുമ്പോൾ ഈ വെള്ളത്തിന് ഈ മെംബ്രെയിൻ്റെ ഉള്ളിൽ കൂടെ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റും. അതേപോലെ തന്നെ ഇതിനുള്ളിലുള്ള ഈ ഇലക്ട്രോലൈറ്റ്സ് അയോൺസിന് ഈ വെള്ളത്തിൻ്റെ കൂടെ പുറത്തേക്ക് പോകാൻ
ഈ മെംബ്രെയിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് പോവാനുള്ള ഒരു കഴിവുണ്ട്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് പോകും. പക്ഷേ കുറച്ചുകൂടെ താരതമ്യേന വലിയ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ പുറത്തേക്ക് പോവില്ല. അപ്പോൾ എന്താവും, വെള്ളം വന്ന് കുറേ ആവശ്യമില്ലാത്ത അയോൺസ്, അതായത് ഇമ്പ്യൂരിറ്റീസിനൊക്കെ തിരിച്ച് ഇതിലൂടെ പോകുമ്പം ആ വാട്ടറിൽ ആ അയോൺസ് എല്ലാം തന്നെ അങ്ങ് പോകും. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇവിടെ നോക്കി, ഈ ഇമേജ് നോക്കൂ, ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ റെഡ് ഡോട്ടായിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സ് എല്ലാം പുറത്തായി. ഓക്കെ, സോ ഒപ്റ്റിമം എമൗണ്ട് ഇലക്ട്രോലൈറ്റിന് ആക്കി അത് പ്യൂരിഫൈ ചെയ്തു. പക്ഷേ ഈ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ, ഇത്തരമൊരു ഡയാലിസിസ് നടക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. സോ ഇതിൻ്റെ റേറ്റിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇലക്ട്രോഡ്സ് ഉപയോഗിക്കും, ആനോഡും കാഥോഡും ഉപയോഗിക്കും. സോ ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഇമ്പ്യൂരിറ്റീസ് ആരാണ്? ഇലക്ട്രോലൈറ്റ്സ് ആണ്. ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയോൺസ് ആണ്. അയോൺസ് ചാർജ്ഡാണ് അല്ലേ? സോ ഇവിടെ ഒരു ഇലക്ട്രോഡ്സ് ഉപയോഗിക്കുമ്പം ഇതിൻ്റെ ഉള്ളിലുള്ള ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സ് അത് ഓപ്പോസിറ്റ് ചാർജുള്ള ഇലക്ട്രോഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ വാട്ടറും കൂടെ വരുമ്പോഴേക്ക് ഇത് എളുപ്പത്തിൽ ഇതിൻ്റെ ഈ ഇലക്ട്രോലൈറ്റ്സിൻ്റെ സെപ്പറേഷൻ നടക്കും. സോ അങ്ങനെ ഇവിടുത്തെ ഈ ഒരു സോൾ പ്യൂരിഫൈ ചെയ്യപ്പെടും. ഇതിനെയാണ് നമ്മൾ, അതായത് ഈ ഡയാലിസിസിൽ ഇലക്ട്രോഡ് വെച്ചിട്ട് നടത്തുന്ന സ്പീഡപ്പ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോ ഡയാലിസിസ് എന്ന് പറയുക. ഇവിടെ ഈ ഡയലൈസിങ് മെംബ്രെയിനായിട്ട് പാർച്ച്മെൻറ്റ് പേപ്പറോ സെലോഫെയിനോ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ഇതാണ് ഇലക്ട്രോ ഡയാലിസിസ്. അടുത്തത് അൾട്രാ ഫിൽട്രേഷൻ. സോ നിങ്ങൾ ലാബിൽ ഫണൽ വെച്ചിട്ട് ഫിൽട്ടർ ചെയ്യുന്നുണ്ട്, അതേ സംഭവം തന്നെ. പക്ഷേ ഇവിടെ ഫിൽട്ടർ പേപ്പറിന് കുറച്ച് പ്രത്യേകതകളാണ്. ഓർഡിനറി ഫിൽട്ടർ പേപ്പർ ആണെങ്കിൽ അതിലുള്ള പോർ സൈസ് കൂടുതലായിരിക്കും. ആ പോർ സൈസിൻ്റെ ഉള്ളിൽ കൂടെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് എല്ലാം പോകും. സോ അത് ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ സ്പെഷ്യലി മെയ്ഡായിട്ടുള്ള ഫിൽട്ടർ പേപ്പർ, അതായത് അൾട്രാ ഫിൽട്ടർ പേപ്പറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. പ്രധാനമായിട്ടും നമ്മൾ സെലോഫെയിൻ, ഓർഡിനറി ഫിൽട്ടർ പേപ്പറിൽ നമ്മൾ ജെലാറ്റിനോ കൊളോഡിയനോ ഒക്കെ ഇംപ്രഗ്നേറ്റ് ചെയ്തതാണെങ്കിൽ നമ്മളതിൻ്റെ പോർ സൈസ് ചെറുതാക്കാൻ പറ്റും. ചെറിയ പോർ സൈസ് ആണെങ്കിൽ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വരില്ല. പകരം ആര് വരും? എക്സ്ട്രാ ഉള്ള ഇമ്പ്യൂരിറ്റി ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വരും. സോ കൊളോയിഡൽ പാർട്ടിക്കിളിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്ത് വിടാതെ അതിൻ്റെ ഉള്ളിലുള്ള ഇമ്പ്യൂരിറ്റീസിനെ മാത്രം ഇതിലൂടെ പുറത്ത് വിടുന്നതിനെയാണ് നമ്മൾ അൾട്രാ ഫിൽട്രേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിനെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സക്ഷൻ യൂസ് ചെയ്യും, അതായത് ഗ്യാസ് പ്രഷർ. സോ ഇവിടെ ഒരു ചെറിയൊരു സക്ഷൻ പമ്പ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ടേക്കൊരു വലിവുണ്ടാവും. ആ വലിവ് കാരണം എളുപ്പത്തിൽ തന്നെ ഈ ഫിൽട്ടർ പേപ്പറിലൂടെ ഇലക്ട്രോലൈറ്റ്സ് താഴെ വരും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കൂ, ഇത് രണ്ടും ഒരേ ഇമേജ് തന്നെയാണ്. സോ ഇവിടെ ഫിൽട്ടർ പേപ്പർ, ഇവിടെയാണ് ഫിൽട്ടർ പേപ്പർ ഉള്ളത്. സോ ഇതിലൂടെ ഇലക്ട്രോലൈറ്റ്സും ഡിസ്പേർഷൻ മീഡിയവും മാത്രം വന്നിട്ട് ഒരു കളക്ടറിൽ നമ്മൾ കളക്ട് ചെയ്യും. സോ നമ്മൾ പ്യുവറായിട്ടുള്ള കുറച്ച് ഡിസ്പേർഷൻ മീഡിയം, ഇതിലൂടെ കുറേ ഡിസ്പേർഷൻ മീഡിയം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും, ഇതവിടെ ഡിസ്പേർഷൻ മീഡിയം കുറവായിരിക്കുമല്ലോ, അതിലേക്ക് പ്യുവറായിട്ടുള്ള ഡിസ്പേർഷൻ മീഡിയം കുറച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്യൂരിഫൈ ചെയ്ത സോളിനെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, so this process is called ultrafiltration. Then properties of salts. പ്രോപ്പർട്ടീസിൽ നമുക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ ആദ്യത്തെ പ്രോപ്പർട്ടി കൈനറ്റിക് പ്രോപ്പർട്ടി. കൈനറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൂവിങ് അല്ലേ? മൂവ്മെൻറ്റിനെയാണ് നമ്മൾ കൈനറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റിനെ നമ്മൾ ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്നാണ് പറയുക, ബ്രൗണിയൻ മോഷൻ എന്നാണ് പറയുക. ബ്രൗണിയൻ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസ്ലെസ് സിക്സാക് മോഷൻ എക്സിബിറ്റഡ് ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾസ്. അതായത് ഒരിക്കലും നശിക്കാത്ത സിക്സാക് മോഡലിലുള്ള മൂവ്മെൻറ്റാണ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഉണ്ടാവുക. ആ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ബ്രൗണിയൻ മോഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു മൂവ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് ബ്രൗണിയൻ മോഷൻ ഈസ് അറൈസസ് ഡ്യൂ ടു ദ അൺഈവൻ കൊളീഷൻസ് ബിറ്റ്വീൻ കൊളോയിഡൽ പാർട്ടിക്കിൾ ആൻഡ് ദ സോൾവെൻറ്റ് മോളിക്യൂൾ. സോൾവെൻ്റ് അല്ല, ആക്ച്വലി ഡിസ്പേർഷൻ മീഡിയം. സോ ഡിസ്പേർഷൻ മീഡിയവും ഡിസ്പേഴ്സ്ഡ് ഫേസും തമ്മിലുള്ള അൺഈക്വൽ ബൊമ്പാർഡ്മെൻറ്റ് അല്ലെങ്കിൽ കൊളീഷൻസ് കാരണമാണ് ഇങ്ങനെയുള്ള ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്.
ഓക്കെ, സോ ചെറിയ പാർട്ടിക്കിൾസ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റിൻ്റെ റേറ്റ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. സോ ബ്രൗണിയൻ മൂവ്മെൻറ്റ് ചെറിയ പാർട്ടിക്കിൾസിന് ഫാസ്റ്റ് ആയിരിക്കും. വലിയ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആണെങ്കിൽ കുറച്ചുകൂടെ സ്ലോ ആയിരിക്കും. ഓക്കെ, ദെൻ ഈ ഒരു സോളിന് വിസ്കോസിറ്റി കൂടുതലുള്ള സോളാണെങ്കിൽ അവിടെ ഈ ബ്രൗണിയൻ മൂവ്മെൻറ്റ് കുറയും. വിസ്കോസിറ്റി കൂടുതലാണെങ്കിൽ ബ്രൗണിയൻ മൂവ്മെൻറ്റ് കുറയും. വിസ്കോസിറ്റി കുറവാണെങ്കിൽ ബ്രൗണിയൻ മൂവ്മെൻറ്റ് കൂടും. ഓക്കെ, സോ ഇവിടെ ലയോഫോബിക്മാരുള്ള, അതായത് ലയോഫോബിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗോൾഡ് സോള് പോലുള്ളതാണെങ്കിൽ അവിടെ ഈ ബ്രൗണിയൻ മൂവ്മെൻറ്റ് കൂടും, കാരണം അവിടെ വിസ്കോസിറ്റി വളരെ കുറവാണ്. സ്റ്റാർച്ച് ഡിസ്പേർഷനൊക്കെ ആണെങ്കിൽ അവിടെ വിസ്കോസിറ്റി കൂടുതലാണ്, അതുകൊണ്ട് ബ്രൗണിയൻ മൂവ്മെൻറ്റ് കുറവായിരിക്കും. ദെൻ ബ്രൗണിയൻ മൂവ്മെൻറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ബ്രൗണിയൻ മൂവ്മെൻറ്റ് ഉള്ളത് കൊണ്ട് എപ്പോഴും ഇതിലുള്ള പാർട്ടിക്കിൾസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇതൊരിക്കലും സെറ്റിലാവില്ല. ഈ ഈ കൊളോയിഡ് ഒരിക്കലും സെറ്റിലാവില്ല. സോ ഒരിക്കലും സെറ്റിലാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊളോയിഡിൻ്റെ സ്റ്റെബിലിറ്റിക്ക് ഒരു കാരണമാണ് ഈ സിക്സാക് മൂവ്മെൻറ്റ്. സോ എപ്പോഴും ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് അതിലെ പാർട്ടിക്കിൾസ് ഒരിക്കലും എന്താണ് സെറ്റിൽഡ് ആവില്ല. So Brownian motion counteracts the force of gravity acting on the colloidal particles, thereby provide stability to the system. Okay, so kinetic property Brownian motion clear ആയി എന്ന് വിചാരിക്കുന്നു. Then optical property. Okay, so ഈ ഒരു സ്ലൈഡോടെ ഇന്നത്തെ ക്ലാസ് ഈ വീഡിയോ നിർത്തുവാണ്. സോ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ടിൻഡൽ എഫക്റ്റ് എന്ന് പറയാം. നിങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു ഫിനോമിന അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു, കാരണം ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ടിൻഡൽ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, when an intense converging beam of light is passed through a colloidal dispersion kept in dark, the path of the beam gets illuminated with a bluish light. This phenomenon is called Tyndall effect and the illuminated path is called Tyndall cone. So ഒരു ഡാർക്ക് റൂമിൽ ഒരു ബീം ഓഫ് ലൈറ്റ് പാസ് ചെയ്യിക്കുകയാണെങ്കിൽ, ഒരു ടോർച്ച് അടിക്കുകയാണെങ്കിൽ, കൊളോയിഡൽ ഡിസ്പേർഷൻ ഉള്ള ചെറിയ പാർട്ടിക്കിൾസിനെ ആ ലൈറ്റിൻ്റെ പാത്തിൽ മാത്രം നിങ്ങൾക്ക് കുറച്ച് തിളക്കം അനുഭവപ്പെടും. അതായത് നിങ്ങളൊരു ഡാർക്ക് റൂമിലേക്ക് ഒരു പോയിൻ്റഡ് ആയിട്ട് സൺലൈറ്റ് വരികയാണെങ്കിൽ ആ സൺലൈറ്റിൻ്റെ ഡയറക്ഷനിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസൊക്കെ തിളങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഈ ഒരു ഫിനോമിനനെയാണ് ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുക. ആ പാത്ത്, ആ ലൈറ്റിൻ്റെ ആ പാത്തിനെയാണ് ടിൻഡൽ കോൺ എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കുക, ഇമേജ് നോക്കുക. സോ ഇവിടെ ഇതൊരു ട്രൂ സൊല്യൂഷനാണ്. സോ ഈ ടിൻഡൽ കോണിൽ, അതായത് ഈ ലൈറ്റ് വരുന്ന ഭാഗത്ത് ഇവിടെ പ്രത്യേകിച്ച് ഒരു ഷൈനിങ്ങും ഇല്ല. പക്ഷേ ഈ കൊളോയിഡൽ സൊല്യൂഷൻ ആണെങ്കിൽ ഈ ഭാഗത്ത് ഒരു ഷൈനിങ് കാണും. സോ ഇവിടെ നോക്കുക, ട്രൂ സൊല്യൂഷൻ, പ്രത്യേകിച്ച് ഷൈനിങ് ഒന്നുമില്ല. പക്ഷേ ഇവിടെ ഈ ടിൻഡൽ ബീം വരുന്ന, അതായത് ലൈറ്റ് വരുന്ന ആ ഭാഗം മാത്രം ഷൈൻ ചെയ്യുന്നത് കാണാം കൊളോയിഡൽ സൊല്യൂഷനാണെങ്കിൽ. ഇതാണ് നമുക്ക് എപ്പോഴും അനുഭവമുള്ളൊരു കാര്യം. ഇപ്പോൾ ഒരു ഡാർക്ക് റൂമിൽ, ഒരു സിനിമ തിയേറ്ററിൽ ആ പ്രൊജക്ടറിൽ വരുന്ന ആ ഒരു ബീമിൽ മാത്രം നമുക്ക് അവിടെയുള്ള പാർട്ടിക്കിൾസ് കുറച്ച് തിളക്കമുള്ളതായിട്ട് കാണും. അത് കാരണം ടിൻഡൽ എഫക്റ്റാണ്. ദെൻ എന്തുകൊണ്ടാണ് ടിൻഡൽ എഫക്റ്റ്? ടിൻഡൽ എഫക്റ്റ് ഈസ് ഡ്യൂ ടു ദ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾസ്. കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആ വരുന്ന ലൈറ്റിനെ സ്കാറ്റർ ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, സ്കാറ്റർ ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ വേവ് ലെങ്ത്തിലുള്ള ലൈറ്റാണ് എളുപ്പത്തിൽ സ്കാറ്റർ ചെയ്യപ്പെടുക. ഓക്കെ, സോ നമുക്കറിയാം കളർ സ്പെക്ട്രം എടുക്കുമ്പോൾ ബ്ലൂ ലൈറ്റ് വേവ് ലെങ്ത്ത് കുറവാണ്, റെഡ് ലൈറ്റ് വേവ് ലെങ്ത്ത് കൂടുതലാണ്. സോ എളുപ്പത്തിൽ സ്കാറ്റർ ചെയ്യുക ബ്ലൂ ലൈറ്റിനെയാണ്. അതുകൊണ്ടാണ് ബ്ലൂയിഷ് ലൈറ്റ് എന്ന് ഈ ഡെഫിനിഷനിൽ ഉപയോഗിക്കാൻ കാരണം. ഓക്കെ, ദെൻ ഈ സ്കാറ്ററിങ്, ഈ ടിൻഡൽ എഫക്റ്റ് കിട്ടണമെങ്കിൽ അതിൻ്റെ ക്രൈറ്റീരിയ, 2 ക്രൈറ്റീരിയ ഉണ്ട്. അതിലൊന്നാമത്തെ ക്രൈറ്റീരിയ, ദ ഡയമീറ്റർ ഓഫ് ദ ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസ് ഇസ് നോട്ട് മച്ച് സ്മോളർ ദാൻ ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്ഡ്. അതായത് നമ്മളിപ്പം വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് യൂസ് ചെയ്യുമ്പോൾ അതിനൊരു വേവ് ലെങ്ത് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഒരു 450 നാനോമീറ്റർ അല്ലെങ്കിൽ 500 നാനോമീറ്റർ അങ്ങനെ പറഞ്ഞിട്ട് അതിനൊരു വേവ് ലെങ്ത് ഉണ്ട്. ആ വേവ് ലെങ്ത്തിൻ്റെ അതിലെന്താ പറയുന്നത്, ദ ഡയമീറ്റർ ഓഫ് ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസ്, അതായത് ഡിസ്പേഴ്സ് ചെയ്തിരിക്കുന്ന പാർട്ടിക്കിൾ, ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് നോട്ട് മച്ച് സ്മോളർ ദാൻ
ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്ഡ്. അതായത് ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിൻ്റെ ഒരുപാട് സ്മോളായിട്ടുള്ള വാല്യൂ ആവാൻ പാടില്ല നമ്മുടെ ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെ ഡയമീറ്റർ. ഇതൊരു ക്രൈറ്റീരിയ. ദെൻ there should be large difference in the refractive indices of dispersed phase and dispersion medium. ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെയും ഡിസ്പേർഷൻ മീഡിയത്തിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അത് തമ്മിൽ ഒരുപാട് ലാർജ് ഡിഫറൻസ് ഉണ്ടായിരിക്കണം, എന്നാലേ ടിൻഡൽ എഫക്റ്റ് ഒബ്സർവ് ചെയ്യുള്ളൂ. ഓക്കെ, പൊതുവേ ലയോഫോബിക് സോളാണ് സ്ട്രോങ് ടിൻഡൽ എഫക്റ്റ് കാണിക്കുക, ലയോഫിലിക് കാണിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലയോഫിലിക് സ്റ്റാർച്ച് സൊല്യൂഷൻ എടുക്കുക, സ്റ്റാർച്ച് ഡിസ്പേർഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടിൻഡൽ എഫക്റ്റ് കാണില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെയും ഡിസ്പേർഷൻ മീഡിയത്തിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഡിഫറൻസ് വെരി സ്മോളാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലയോഫിലിക്കിൽ ടിൻഡൽ എഫക്റ്റ് ഒബ്സർവ് ചെയ്യാത്തത്. ദെൻ ട്രൂ സൊല്യൂഷനിലും നിങ്ങൾ ടിൻഡൽ എഫക്റ്റ് കാണില്ല. കാരണം എന്താ? ഇവിടെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. എന്താ ക്രൈറ്റീരിയ? ദ ഡയമീറ്റർ ഓഫ് ദ ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾ ഈസ് നോട്ട് മച്ച് സ്മോളർ ദാൻ ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്ഡ്. സോ ഇവിടെ നമുക്കറിയാം ട്രൂ സൊല്യൂഷനിൽ പാർട്ടിക്കിൾസിൻ്റെ സൈസ് വളരെ 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 ചെറുതായിരിക്കും അല്ലേ? അങ്ങനെ ആയതുകൊണ്ടാണ് ഈ ട്രൂ സൊല്യൂഷൻസിൽ ഇപ്പം നിങ്ങൾ പ്യുവർ വാട്ടർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടിൻഡൽ എഫക്റ്റ് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി. സോ ഇത് കഴിഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.